ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ നിങ്ങളോടൊപ്പം ദൈവവചനമായി നിൽപ്പാൻ ദൈവം എന്നെ സഹായിച്ച ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാനൊരു ചെറിയ തിരുത്തൽ ചെയ്തുകൊണ്ട് ഞാൻ പാസ്റ്ററല്ല. ഞാൻ 30 വർഷം ഒരു കോളേജിലെ പ്രൊഫസറായിരുന്നു. പിന്നീട് ചുങ്കത്തറ മർത്തമ കോളേജിലെ പ്രിൻസിപ്പലായിട്ട് ഞാൻ റിട്ടയർ ചെയ്ത് ഇപ്പോൾ കാക്കനാടാണ് ഞാൻ താമസിക്കുന്നത്. ജോൺസൺ പാസ്റ്റർ ശുശ്രൂഷിക്കുന്ന ചർച്ചിലാണ് എൻ്റെ മെമ്പർഷിപ്പ്. ഞാൻ ജോൺസൺ പാസ്റ്റർ പറഞ്ഞിട്ടാണ് ഈ സഭയെക്കുറിച്ച് അറിയാനും വരണമെന്ന് ദൈവാത്മാവ് ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലിട്ടു. അപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. എങ്കിൽ വരാൻ ദൈവം സഹായിച്ചു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാം. ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതല്ല നമ്മുടെ വിഷയം ദൈവവചനമാണ്. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് പ്രകാരം ഞാൻ എടുത്തിരിക്കുന്ന വേദപാഠം ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് കുറക്കെ വായിച്ചാണ്. 46 മുതൽ 55 വരെ ഞാൻ പറയുന്ന ഭാഗങ്ങൾ ഒന്ന് പെട്ടെന്ന് എടുത്ത് വായിച്ചു തന്നാൽ വലിയ ഉപകാരം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്ത പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അപ്പൻ്റെ പാദപീഠം ചേർന്ന് വരികയാണ്. അപ്പൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ വലിയ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നടത്തി. ദൈവ തേജസ് ഈ ഭവനത്തിൽ ഇറങ്ങി നിൽക്കണം. ശലോമോൻ ദേവാലയത്തിന്റെ പ്രതിഷ്ഠ നടത്തിയപ്പോൾ ദൈവം മഹത്വത്തോടെ ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് വാൽക്കാലം ജീവന്റെ സുവിശേഷം അങ്ങനെ മഹത്വം ഈ ആലയത്തിൽ വെളിപ്പെട്ട് നിൽക്കണം. ക്രൂസിന്റെ മറവിനെ മറച്ചു നിർത്തണം. മഹത്വം മുഴുവൻ അപ്പനെടുക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ ഭാഗത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് ഇച്ചിരി അല്പം സ്പീഡിലാണ് സംസാരിക്കുന്നത്. തമിഴ് സംസാരിക്കുന്ന ആളുകളോട് ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നെങ്കിൽ കൈ ഒന്ന് മുക്കിയാൽ മതി. ഞാൻ അധ്യാപകനായതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ അല്പം കൂടെ സ്ലോയിൽ പറയാനായിട്ട് ശ്രമിക്കാം. കാരണം ഇത് ശരിക്ക് എൻ്റെ അനുഭവങ്ങളെല്ലാം കൂടെ പറയാനാണെങ്കിൽ ഒരുപാട് സമയം വേണം. ആസാദി ടി വിയിലും അരോമ ടി വിയിലും എൻ്റെ സാക്ഷ്യങ്ങൾ കിടപ്പുണ്ട്. 2-2.5 മണിക്കൂറുണ്ട്. യൂട്യൂബ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ കയറി പ്രൊഫസർ ടി വി അലക്സാണ്ടർ എന്ന് ടൈപ്പ് ചെയ്താൽ എൻ്റെ ഒരു 50-55ഓളം പ്രസംഗങ്ങൾ ഓൾറെഡി ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ചിലത് 20 മിനിറ്റ്, ചിലത് 40 മിനിറ്റ്, ചിലത് 1 മണിക്കൂർ, 20 മിനിറ്റ്, അങ്ങനെയുള്ള നല്ല വീഡിയോസാണ്. എന്നാൽ ആസാദി ടി വിയിലും അരോമ ടി വിയിലുള്ള എൻ്റെ സാക്ഷ്യം ഏതാണ്ട് 2 മണിക്കൂറോളം ഉണ്ട്. എൻ്റെ ചെറുപ്പം മുതലുള്ള എല്ലാ അനുഭവങ്ങളും വിശദമായി എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബ് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ദയവായി യൂട്യൂബിൽ കയറുക. പ്രൊഫസർ ടി വി അലക്സാണ്ടർ, ആസാദി ടി വി ടെസ്റ്റിമണി മലയാളം, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കാം. പ്രൊഫസർ ടി വി അലക്സാണ്ടർ, ആസാദി ടി വി മലയാളം നടിച്ചാൽ കിട്ടും. പ്രൊഫസർ ടി വി അലക്സാണ്ടർ നടിച്ചാൽ എൻ്റെ മെസ്സേജസ് അതിനകത്ത് നിങ്ങൾക്ക് അവൈലബിളാണ്. എന്നാൽ ചുരുക്കമായിട്ട് ചില അനുഭവങ്ങൾ ഈ വർഗത്തോട് ചേർത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കാം. ഈ ഭാഗത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 1-ാം അധ്യായത്തിൽ നാം കാണുന്നത് സക്രിയ പുരോഹിതനും എലിസബത്തും രണ്ടുപേരും, സക്രിയ പുരോഹിതൻ രണ്ടുപേരും പൗരോഹിത്യത്തിൽ ജനിച്ചവരാണ്, കർത്താവിനെ സേവിക്കുന്നവരാണ്.
പക്ഷെ രണ്ടുപേരും വാർദ്ധക്യം ചെന്നവരും എലിസബത്ത് മച്ചിയുമായി. അങ്ങനെ അവർ അനേക നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല. എന്നാൽ ദൈവത്തിന്റെ സമയത്ത് ദൈവം അവർക്ക് മറുപടി നൽകുന്നതാണ് നമുക്കാണ്. ഇവിടെ ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അനേക നാളുകളായി പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ ഇരിക്കുന്ന ആരെങ്കിലും ഇത് വായിക്കാതെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ വ്യക്തമായി ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നും വേദപുസ്തകത്തിലെ അനേക ദൈവദാസന്മാരുടെ അനുഭവത്തിൽ നിന്നും ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, താമസിച്ചാലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. നാം ആരാധിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെയാണ്, ഭൂമവിഗ്രഹങ്ങളെ അല്ല. മിണ്ടാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, പ്രവർത്തിക്കാൻ കഴിയാത്ത ഭൂമവിഗ്രഹത്തെ അല്ല നാം സേവിക്കുന്നവരൊക്കെ വലിച്ചുയർത്തുന്നേക്ക് നമുക്ക് വേണ്ടി ഇന്നും പിതാവിന്റെ സന്നിധിയിൽ വലുതാകുന്ന മധ്യസ്ഥ വഹിക്കുന്ന ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് അവർ നമ്മുടെ യാചനയ്ക്ക് 24 മണിക്കൂറും തന്റെ ചെവി തുറന്നിരിക്കുകയാണ്. നീതിമാന്മാരുടെ അവന്റെ ചെവി അവരുടെ യാചനയ്ക്കും തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ! എത്ര മനോഹരമായ വാക്യമാ. അവന്റെ ചെവി വലിയവനാണ്. ദൈവത്തിന്റെ ചെവി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലത്തെ ഉളവാക്കിയവനാണ് ദൈവത്തിന്റെ ചെവി. എന്നെയും നിങ്ങളെയും മണ്ണ് കൊണ്ട് മെനഞ്ഞ് മൂക്കിൽ ജീവശ്വാസം ഊതിയവനാണ് ദൈവത്തിന്റെ ചെവി. എന്റെയും നിങ്ങളുടെ യാചനയ്ക്ക് തുറന്നിരിക്കുകയാണ്. അവൻ തന്റെ താഴ്വരയാണ്. അവൻ തന്റെ ചെവിയങ്കിലേക്ക് ചായച്ച് എന്നെ വിടുവിച്ചതുകൊണ്ട് ഞാൻ അവരെ സ്തുതിക്കാം. ഈ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സക്കറിയാവിനും എലിസബത്തിനും വാർദ്ധക്യത്തിൽ ദൈവം ഒരു കുഞ്ഞിനെ നൽകുകയാണ്. നമുക്കറിയാം യോഹന്നാൻ സ്നാപകൻ. അതിന്റെ പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, വിശദീകരണത്തിലേക്ക് അവിടെ കടക്കുന്നില്ല. അങ്ങനെ 5 മാസം എലിസബത്ത് ഗർഭിണിയായി ഒളിച്ചു വളർത്തുന്ന പറയും. 6-ാം മാസത്തിൽ എലിസബത്തിന്റെ ഗർഭം ധരിച്ചതിന്റെ 6-ാം മാസത്തിൽ ദൈവം തന്റെ ദൂതനായ ഗബ്രിയേലിനെ അയച്ച് കന്യം അറിയാമെന്നുള്ളതായിട്ടുള്ള യോസേഫിന്റെ കുലത്തില് ദാവീദിന്റെ കുലത്തിൽ വിവാഹം യോസേഫ് എന്നൊരു മനുഷ്യൻ വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന കന്യയുടെ അടുക്കിലേക്ക് അയക്കുകയാണ്. ഗബ്രിയേൽ വന്നിട്ട് മറിയോട് പറയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറയുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ പുരുഷനെ അറിയാൻ ഇതെങ്ങനെ സംഭവിക്കും? ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ദൂതൻ പറയാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. Nothing is too hard for the Lord. കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമില്ല. കാരണം ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ അവൻ ഒറ്റ വാക്കിനാൽ സൃഷ്ടിച്ചത്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവാക്കി വരാം. സങ്കീർത്തനക്കാരൻ പറയാണ്, എന്റെ ഭയങ്കരവും അതിശയമായി എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ മെടഞ്ഞു. ഇംഗ്ലീഷിൽ വെച്ചിരിക്കുന്നത് സ്റ്റിച്ചർ എന്നുള്ള വാക്കാണ്. സ്റ്റിച്ചർ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? തുന്നിച്ചേർക്കുക. അപ്പൊ ദൈവം നമ്മുടെ അവയവങ്ങളെയൊക്കെ തുന്നിച്ചേർത്ത് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ അവൻ അവിടെ സ്ഥാപിച്ചതാണ്. ഓ, എത്ര വലിയ ദൈവത്തെ നാം സേവിക്കുന്നത്, എത്ര വലിയ ദൈവത്തെ നാം ആരാധിക്കുന്നത്. ലോക മനുഷ്യര് ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പലതിന്റെ പിന്നാലെ ഓടുമ്പോ വലിയൊരാളുടെ ദൈവത്തെ കണ്ടുമുട്ടാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. എത്ര നന്ദി പറഞ്ഞാലും, എത്ര ദൈവത്തെ സ്തുതിച്ചാലും. സങ്കീർത്തനക്കാരൻ അതോട് പറയാണ്, എനിക്ക് മനോഹര ദേശത്ത് വേണ്ടി നിൽക്കുന്നു. ഹല്ലേലൂയ! എനിക്ക് ബുദ്ധി ഉപദേശിച്ച യഹോവയെ ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും. ഇവിടെ ഞാൻ മടങ്ങി വരട്ടെ. മറിയ ഇങ്ങനെ മറിയയോട് ഗബ്രിയേൽ അടയാളം പറയാം. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് ഉണ്ടല്ലോ, അവള് ഗർഭിണിയാണ്. മച്ചി എന്ന് പറഞ്ഞിടത്തിൽ 6-ാം മാസം. അത് മറിയയ്ക്ക് ദൈവം തന്നെയാണ് തന്നോട് അരുളി ചെയ്തതെന്നുള്ളതിന് ഒരു അടയാളമായിട്ട് മറിയയ്ക്ക് ദൂതൻ പറയുക. അതനുസരിച്ച് തന്റെ ചാർച്ചക്കാരത്തിയായ എലിസബത്തിനെ കാണാൻ മറിയ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് ഓടിച്ചെല്ലുകയാണ്. ഒരു മലയുടെ മലയ്ക്ക് അവൾ കയറി ചെല്ലുന്നത് കണ്ടപ്പോൾ തന്നെ എലിസബത്തിന്റെ ഗർഭത്തിൽ പിള്ള പരിശുദ്ധാത്മാവുകൊണ്ട് നിറഞ്ഞ തുള്ളി. എലിസബത്ത് ആത്മാവ് നിറഞ്ഞവളായി ഒരുപാട് കാര്യങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട്. അതെല്ലാം പ്രസംഗിച്ച് ഞാൻ അതിൽ കിടക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ
കന്യമറിയാം ആത്മാവിൽ നിറഞ്ഞ് പാടിയ മനോഹരമായ ഒരു പാട്ടാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഒരു മനോഹരമായ ആരാധന. എന്താണ് പറയുന്നത്? എന്റെ ആത്മാവ് എന്റെ കൂടെ തന്നെ. ഞാൻ 33 വർഷം അധ്യാപകനാണ്. അവിടെ ഞാൻ കോളേജിലാണ് പഠിപ്പിച്ചിരുന്നത്. ഞാൻ അതിനകത്ത് ഒരു വർഷം ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു. അപ്പം ആ കോളേജ് പഠിപ്പിച്ചിരുന്ന സമയത്ത് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ പിള്ളേർ എന്നോട് കൂടെ വരണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായി. അതുകൊണ്ട് പ്രസംഗിക്കാൻ പോകുന്നിടത്ത് എനിക്കൊരു അല്പം നിർബന്ധമുണ്ട്. ഭാസ്കരനോട് ക്ഷമിക്കണം, അല്പം നിർബന്ധമുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ വരണം. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന വചനം അനുഗ്രഹമാണെങ്കിൽ ഒരു സ്തോത്രം അല്ലെങ്കിൽ ഒക്കെ പറയണം. ഞാൻ നിന്ന് പ്രസംഗിക്കുന്നത് ശവക്കലകളോടൊന്നുമല്ല, ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ദൈവ മക്കളോടാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വായി എപ്പോഴും വേണം, എന്ത് വേണം? സ്തോത്രവും സ്തുതിയും വേണം. നമ്മുടെ വാക്കുള്ള ദൈവത്തെ നമ്മളെങ്ങനെ നാണിക്കുന്നേ? ഞാനൊരു കോളേജിലെ പ്രിൻസിപ്പളാണ്. ഞാൻ ഏതാണെന്ന് പറയാനില്ല. ഞാനൊരു കോളേജിലെ പ്രിൻസിപ്പളാണ്. ഗവൺമെന്റിൽ നിന്ന് ഇപ്പോഴും ഭാരിച്ച പെൻഷൻ വാങ്ങുന്നുണ്ട്. ഞാൻ ഈ ആരോഗ്യക്കുറവൊക്കെ ഉണ്ടെങ്കിലും ഓടി നടന്ന് കർത്താവിനെ സാക്ഷീകരിക്കുന്നത് എന്താ? കർത്താവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ട്. ദൈവത്തിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുക. അതിന് കടന്നിരിക്കാൻ പറ്റത്തില്ല. വീട്ടിൽ മാസത്തിൽ 2 ഞായറാഴ്ചകളിൽ എനിക്കൊരു പൂർണ്ണ സുഖം ഉണ്ടാവണം. കണ്ണിന് വേദന പറഞ്ഞ് ഒരു അല്പം ബുദ്ധിമുട്ടുള്ള ഒരു അസുഖം എനിക്കുണ്ട്. അത് 1.5 ദിവസത്തിൽ വരും. അത് എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചെയ്യാവുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടില്ല, വിടുതലില്ല. ഇന്ന് സുഖമുള്ള ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നത്. അപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രാർത്ഥന വലിയൊരു പ്രാർത്ഥന ആവശ്യമാണ്. എൻ്റെ ഭാര്യ അത് പറഞ്ഞല്ലോ. അതല്ല നമ്മുടെ വിഷയം. കന്യവരെ പറയാണ്, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ. അപ്പൊ കന്യമറിയാമെന്ന് പറയുകയാണ് യേശു ആരാ? എന്റെ രക്ഷിതാവ്, മൈ സേവിയർ. അവൻ എന്റെയും രക്ഷിതാവാണ്. 10 മാസം ഞാൻ അവനെ ചുവന്നതാ. 30 വർഷം അവനെ തീറ്റി പോറ്റിയതാ. അവൻ ഞാൻ മുല കൊടുത്തതാ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ എന്റെ മകനേക്കാൾ അപ്പുറമായിട്ട് അവൻ എന്റെ രക്ഷകനാ. നമ്മളാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ കന്യമറിയാമനെ ബഹുമാനിക്കുന്നു. അവർ വിശുദ്ധയായ സ്ത്രീയായിരുന്നു. പക്ഷെ നമ്മൾ അവനെ ആരാധിക്കുന്നില്ല. കാരണം മനുഷ്യർക്കും ദൈവത്തിനും മധ്യസ്ഥൻ ഒരുവൻ, കർത്താവായ യേശുക്രിസ്തു മാത്രം. വാക്യം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ പിന്നീട് വീട്ടിൽ ചെന്ന് എടുത്തു നോക്കിയാൽ മതി. 1 തിമോത്തിയോസ് 2:5-6 വാക്യങ്ങൾ. നമുക്ക് ദൈവത്തിനും മധ്യസ്ഥൻ ഒരുവനേ ഉള്ളൂ, ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ. ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം ചുറ്റുപാടുകളിൽ അനേക മധ്യസ്ഥന്മാരെ ആരാധിക്കുന്ന അനേകം നന്മ. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ മാത്രം കേട്ടാൽ മതി. നമുക്ക് ഒരു മധ്യസ്ഥനോട് പ്രാർത്ഥിക്കാൻ വകുപ്പില്ല. വചനത്തിൽ വ്യവസ്ഥയില്ല. അവരൊക്കെ വിശുദ്ധന്മാരായിരുന്നിരിക്കുക, അല്ലെന്നൊന്നും പറയാൻ ഞാനായിരുന്നില്ല. പക്ഷേ നമുക്ക് ആരാധിപ്പാൻ ഒരുവനേ ഉള്ളൂ. നമുക്ക് യാചിക്കാൻ ഒരുവനേ ഉള്ളൂ. അഖിലമഹാനത്തിന്റെ ഉടയവൻ. അവനെ ആരാധിക്കുന്നത് പോലെ ഭാഗ്യം മറ്റൊന്നില്ല. മുമ്പോട്ട് പോകട്ടെ. പറയാം, എന്റെ രക്ഷിതാവാ. ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞ ഇവിടെ ഞാനും നിങ്ങളും യേശു എന്റെ രക്ഷിതാവാണ്. അവൻ എന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നാം എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു. നാം രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നാം അതിന്റെ അടയാളമായി ക്രിസ്തുവിനോടുകൂടെ നാം മരിച്ച് അടക്കപ്പെട്ട് അവരോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്ത്, ഇത് ഭയങ്കര മർമ്മമാകട്ടോ, പഠിപ്പിക്കേണ്ട ആഴത്തുള്ള മർമ്മമാണ്. ക്രിസ്തുവിനോടുകൂടെ നമ്മളെയും ഉയർപ്പിക്കുക. സ്നാനത്തിൽ സംഭവിക്കുന്ന കാര്യം പറയുന്നത് നിങ്ങൾ എനിക്ക് ഞാനത് വെറുതെ വെള്ളത്തിൽ മുങ്ങിപ്പൊഴിയുന്ന അല്ല. സ്നാനത്തിന്റെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? നീ ക്രിസ്തുവിനോടുകൂടെ മരിച്ച്, പാപസംബന്ധമായി മരിച്ച്
നീ ക്രിസ്തു മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റതുപോലെ നീതിക്ക് ഉയർത്തെഴുന്നേറ്റ് പിന്നെ നിന്റെ ദൈവം ഇവിടെ എത്തിയിരിക്കുന്ന പറയാണ്. സകല വാഴ്ചകൾക്കും സകല അധികാരങ്ങൾക്കും സകല കർത്തൃത്വങ്ങൾക്കും സകല നാമത്തിലും അത്യന്തം മീതെ ശ്രദ്ധിക്കണേ പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രനോട് കൂടെ എന്നെ നിങ്ങളെ ഇരുത്തിയിരിക്കുക. അപ്പൊ നിങ്ങളിപ്പോ എവിടെ ഇരിക്കുന്നേ? എവിടെ ഇരിക്കുന്നേ? എന്തായാലും പറ, നീ മിണ്ടാതിരുന്നോ? എവിടെ നിങ്ങളിപ്പോ ഇരിക്കുന്നേ? വല്ലാർപ്പാടം ഫെലോഷിപ്പിന്റെ ചർച്ചിലാണോ? ചർച്ചിലാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി നിങ്ങൾ ഞാനും ഇരിക്കുന്നത് എവിടെ? അങ്ങനെ പറയട്ടെ. ഒന്ന് പറഞ്ഞേ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുക. സകലവും എവിടെ? നിന്റെ കാൽക്കീഴിലാണ്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം എന്ന് പറയുന്നത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത് അൺഇമാജിനബിൾ. നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇങ്ങോട്ട് പോട്ടെ. അടുത്ത കഴിവറിയാൻ പറയുകയാണ്, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിച്ചു. അവൻ തന്റെ താഴ്ചയെ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ എന്ന് വാഴ്ത്തും. അടുത്തത്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. നാം ആരാധിക്കുന്ന ദൈവം ആരാ? ശക്തനായ ദൈവമാണ്, മനുഷ്യനല്ല. അഖിലാണ്ടത്തിന്റെ ഉടയവനാണ് നമ്മൾ ആരാധിക്കുന്നത്. അവന്റെ മക്കളാണ്. ഇംഗ്ലീഷിൽ ഒരു പാട്ടുണ്ട്, വാട്ട് എ മൈറ്റി ഗോഡ് വി സർവ്. Heaven and angels bow before him. Heaven and earth adore him. Angels bow before him. What a mighty God we serve. നാം ആരാധിക്കുന്ന ദൈവം എത്ര ശക്തനായ ദൈവമാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. Nothing is impossible for him. യശയ്യാപ്രവാചകൻ കൂടെ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്, is anything too hard for me? എനിക്ക് അസാധ്യമായ എന്തെങ്കിലും കാര്യമുണ്ടോ? അവൻ അസാധ്യമായ ഒരു കാര്യമില്ല. സകലവും അവന് സാധ്യമാണ്. ഇനി ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പഠിക്കാൻ മിടുക്കരായിരുന്നു. ഞാനൊരു പാരമ്പര്യ മർത്തോമാസഭയിലാണ് ജനിച്ചു വളർന്നത്. 1200 അംഗങ്ങളുള്ള വലിയ ഒരു സഭയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു മകൻ, വല്യപ്പച്ചന്റെ മകന്റെ ഏക മകന്റെ മൂത്ത മകനായാണ് ഞാൻ ജനിച്ചത്. ചെറുപ്പം മുതലേ ഒക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ മരിച്ചു പോകുന്നുള്ള അവസ്ഥ വന്നപ്പോൾ എൻ്റെ വലിയപ്പച്ചൻ എന്നെ പ്രാർത്ഥിച്ച്, അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനായി, അർത്ഥമായിരുന്നു, പക്ഷെ ഒരു പ്രാർത്ഥന മനുഷ്യനായി. അദ്ദേഹം എൻ്റെ കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് ചോദിച്ചു വാങ്ങിച്ചതാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെ എനിക്കറിയാം സുവിശേഷം വേല ചെയ്യാനായിട്ട് നിർബന്ധ വിലവേലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ കോളേജ് വിദ്യാഭ്യാസത്തിലേക്കൊക്കെ കയറിയപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യമായപ്പോൾ ഈ പള്ളിയിലെ പറ്റി മാത്രം ഒതുങ്ങി നിന്ന് ഞാൻ പല ഭാഗങ്ങളിലേക്കൊക്കെ ചെറിയ മാറി മറിഞ്ഞൊക്കെ പോയി. അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് 1967 എൻ്റെ 18ാമത്തെ വയസ്സിൽ, അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. 18ാമത്തെ വയസ്സിലാണ് എൻ്റെ ജീവിതം പൂർണ്ണമായി ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവം എനിക്കൊരു ഭാഗ്യം എന്നാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുക, ഞാൻ ജീവിതത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് ഒരു കോളേജ് പ്രിൻസിപ്പൽ ആയിരിക്കുമ്പോൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഒരു സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു, അന്നേരം ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. ചില തീരുമാനങ്ങൾ ശരിയായിരുന്നു, ചില തീരുമാനങ്ങൾ തെറ്റായി. തെറ്റായ തീരുമാനങ്ങളുടെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ സാധാരണ മനുഷ്യനായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഈ 76 വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി ഇതുവരെ ഒറ്റ പ്രാവശ്യം പോലും എനിക്ക് തെറ്റുപറ്റാത്തൊരു കാര്യമുണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതം കർത്താവിനായി സമർപ്പിച്ചെടുത്ത തീരുമാനം. അതിനേക്കാൾ വലിയ തീരുമാനമില്ല. എനിക്ക് വരാനുള്ള എന്റെ സ്ഥാനമാനത്തെ കുറിച്ചോ ദൈവം എന്നെ നടത്തി വഴികളെ കുറിച്ചൊന്നുമല്ല. ലോകത്തിന്റെ അനേക സ്ഥാനങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിക്കാൻ അവസരം. നിങ്ങളതിൽ 1.5 മാസം
അമേരിക്കയിൽ 2.5 മാസം, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലെ 6 ഐലൻഡുകളിൽ 3 ആഴ്ചയോളം മാറുവാൻ സുവിശേഷം അറിയിക്കാൻ അവസരം ലഭിച്ചു. ബോംബെ, ഡൽഹി, ഒരുപാട് സ്ഥലങ്ങൾ മർത്തോമാ സഭയുടെ ഒഫീഷ്യൽ കൺവെൻഷൻ സ്പീക്കറായിട്ട് ഓടി നടന്ന് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം തന്നു. അനേക വലിയ വിഐപികളുടെ കൂടെ അവരോട് ഒരുമിച്ച് കസേര പങ്കിടാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് പറയാനുള്ളത്, എന്റെ ജീവിതം കർത്താവിനായി സമർപ്പിച്ചതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനം. ആ തീരുമാനം തെറ്റിപ്പോയത് ഒരിക്കൽ പോലും പറയേണ്ടി വന്നിട്ടില്ല. പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിരാശകൾ ഉണ്ടായിട്ടുണ്ട്, തോൽവികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തും താങ്ങി നടത്തുന്ന ഒരു കരമുണ്ട്, നമ്മളെ തള്ളിക്കളയാത്തൊരു കരമുണ്ട്, നമ്മളെ മുള്ളികളയാത്തൊരു കരമുണ്ട്. ഒരിക്കലും മറന്നു അവൻ ശക്തനായി തീരുമാനം. ഞാൻ ഈ അനുഭവങ്ങളിലേക്ക് കടക്കട്ടെ. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഞാനിങ്ങനെ ഉച്ചയ്ക്ക് 1 മണിയായാലും നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, ഞാൻ പ്രസംഗിച്ച് നിർബന്ധമില്ല. എനിക്കാനൊരു വലിയ ബുദ്ധിമുട്ടുണ്ട്. ഞാനൊരു സമയം എൻ്റെ മുന്നിൽ ക്ലോക്കുള്ളതുകൊണ്ട് സമയം പാലിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ ബികോം കഴിഞ്ഞതാളുടെ സമയത്ത് തുറന്നു പഠിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം എനിക്ക് ഞാൻ കുണ്ടറയാണ് എൻ്റെ വീട്. തൊട്ട് പറയുന്ന ട്രെയിനുണ്ട്, രാവിലെയും വൈകിട്ടും ട്രെയിനുണ്ട്. വീട്ടിൽ നിന്ന് ട്രെയിൻ വന്ന് നിൽക്കുമ്പോൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഓടി ചെന്നാൽ മതി, അത്ര അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ പോയി വന്നാണ് പഠിച്ചത്. പക്ഷേ പഠിച്ച കാര്യങ്ങളൊക്കെ ഒത്തിരി ഉഴപ്പി. പിന്നെ നോവൽ വായനയായിരുന്നു എൻ്റെ വലിയ ഹോബി. അങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നോവലുകൾ വായിച്ച് എൻ്റെ സമയമൊക്കെ ഒത്തിരി കളഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷേ ദൈവസ്നേഹത്തെ കണ്ടുമുട്ടാനിടയായി, അങ്ങനെ രക്ഷിക്കപ്പെട്ടു. അപ്പം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ വേലയിൽ തീർച്ചയായിട്ടും മുഴുവൻ കർത്താവിൻ്റെ വേലയിലായി. അപ്പം എനിക്ക് പഠിത്തത്തിൽ ഒട്ടും ഏകാന്ത വിശാലം തരത്തിലായി. SLC വരെ ഭയങ്കര മാർക്കാണ്. നാഷണൽ സ്കോളർഷിപ്പ് ഒക്കെ വാങ്ങിച്ച് ഫ്രീ ആയിട്ടാണ് കോളേജിലൊക്കെ പഠിച്ചത്. സ്കോളർഷിപ്പ് ഇങ്ങോട്ട് വാങ്ങിച്ച് ഞാൻ പഠിച്ചത്. പക്ഷേ ഡിഗ്രിക്കൊക്കെ ചെന്ന് ബികോമിനൊക്കെ ചെന്ന് ഒത്തിരി ഉഴപ്പി. ആദ്യം വേറെ രീതിയിലായിരുന്നു ഉഴപ്പി. പിന്നെ ആദ്യ ജീവിതത്തിലേക്ക് വന്നപ്പോൾ പിന്നെ ഇതിൻ്റെ പറയുകയായി. പിന്നെ പഠിക്കാനിരുന്നാൽ ഏകാഗ്രത കിട്ടത്തില്ല. അങ്ങനെ എല്ലാം കൂടെ ചുരുക്കം പറയാം, ഞാൻ ചുരുക്കി പറയാം. ബികോമിന് ഈ 3rd ക്ലാസ്സിലാണ് പാസ്സാക്കി. അപ്പം MCOമിന് അഡ്മിഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ട്. ബികോം 3rd ക്ലാസ് കൊണ്ട് ഒരു കാര്യമില്ല. അന്നത്തെ കാലമാണെങ്കിലും അന്ന് 2nd ക്ലാസ് 1st ക്ലാസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസത്തിൽ മുന്നേറുന്നത്. 64 മുതൽ ഉള്ള കാലഘട്ടമാണ്. 1964 മുതലുള്ള കാലഘട്ടമാണെന്ന് വിചാരിച്ചോ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ MCOമിന് അഡ്മിഷൻ നോക്കി. പലരും എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ കൊല്ലം SN കോളേജിൽ പിന്നീട് കിട്ടി. എനിക്ക് വീട്ടിൽ നിന്ന് പോയത്. പക്ഷെ വളരെയധികം ദൂരെയുള്ള തൃശ്ശൂർ അടുത്ത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് പറഞ്ഞ കോളേജിലാണ് എനിക്ക് അഡ്മിഷൻ. അപ്പം വളരെ മനോഹരമായ ഒരു കോളേജാണ്, നല്ല ബെസ്റ്റ് MCOM ഡിപ്പാർട്ട്മെന്റ് ഒരു കോളേജാണ്. അവിടെ എനിക്ക് അഡ്മിഷൻ. അപ്പം ഞാൻ അവിടെ ചേർന്ന് കഴിഞ്ഞിട്ട് എനിക്ക് കൊല്ലം SN കോളേജിന് അഡ്മിഷൻ കിട്ടിയെങ്കിലും എൻ്റെ ഫാദറിനോട് ഞാൻ പറഞ്ഞ ജാസ് എനിക്കിവിടെ പഠിക്കാനായിട്ട് അതിൻ്റെ ഇതോടാണെങ്കിൽ അവിടെ പഠിച്ചോളാം. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാനുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാണ്. ഞാനിവിടെ ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഒരു മനോഹരമായ പ്ലാനുണ്ട്. ആ പ്ലാനിൽ നിങ്ങൾ അതിൽ ചേർന്ന് നിന്നാലുണ്ടല്ലോ, ദൈവം നിങ്ങളെ എതിരേക്കൂടൊക്കെ കൊണ്ടുപോയാലും ആ വഴികളെല്ലാം അനുഗ്രഹം തന്നെ. വ്യക്തമായ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, വ്യക്തമായ അനുഭവത്തിൽ നിന്ന് പറയാം. അന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായി, ചെറുക്കനെ എന്തിനാ ഇത്രയും ദൂരെ കൊണ്ടുവന്ന് ആദ്യമായിട്ട് പ്രായമൊന്നും ആയിട്ടില്ല. 10-21 വയസ്സുള്ള എന്നെ ഇത്രയും ദൂരം പഠിപ്പിക്കാൻ പറ്റണമെന്ന് ചോദിച്ചാൽ എല്ലാവരും വീട്ടിൽ വന്ന് ചോദിച്ചോ. പക്ഷേ ദൈവത്തിന് പറഞ്ഞില്ല. അവിടെ വെച്ചാൽ ദൈവത്തിന്റെ സുവിശേഷത്തെ വലിയ ദർശനം തന്നു. അതിലേക്ക് ഞാൻ പറയാം. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ബികോമിന് മാർക്ക് കുറവായതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലെ പ്രൊവൈസ് ചാൻസലർ അതിന്റെ വളരെ ഉന്നതமான സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. എൻ്റെ അച്ഛൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ഒരുപാട് വലിയ പൊസിഷൻ, പിന്നെ ഒരുപാട് കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെടാതെ എനിക്ക് ഭാഗ്യം തന്നെ. അപ്പം നമ്പരാൻ്റെ ഒരു കരുണയുള്ളേ, അല്ലാതെ എൻ്റെ കൊടുക്കുന്ന സാമർഥ്യമൊന്നുമല്ല. അപ്പോൾ അത് വലിയൊരു കാരണം. സമൂഹത്തിലും എല്ലാ വിധത്തിലും മാന്യതയും ശ്രേഷ്ഠതയൊക്കെ ഉള്ള കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടാൻ ദൈവം എനിക്ക് അവസരം. ഇവിടെ മോശമൊന്നുമല്ല. ഇവരുടെ അമ്മയുടെ ഫസ്റ്റ് കസിനായിരുന്നു മർത്തോമാ സഭയിലെ വലിയ മെത്രാപ്പോലീത്ത, സ്വന്തം നാമുള്ള ക്രിസ്തോസൻ തിരുമേനിയുടെ മെത്രാപ്പോലീത്തയുടെ സ്വന്തം മാവിയുടെ വെച്ച് വളർത്തുക.
അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാരമ്പര്യത്തിൽ നിന്നൊരു കുറവില്ല. അതുകൊണ്ട് അതല്ല നമ്മുടെ വിഷയം. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ചേർന്നു അഡ്മിഷൻ ചേർന്നു ജനുവരി ഫെബ്രുവരി മാസമായപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് നിന്ന് നോട്ടീസ് കിട്ടി, അലക്സാണ്ടറിന് ആവശ്യത്തിനുള്ള മിനിമം മാർക്കില്ല, എന്തോ കോഴ്സ് തുടരാൻ പറ്റത്തില്ല. വീട്ടിൽ നിന്ന് കേട്ടും പാണ്ടും എല്ലാം മുറുകി ഒരു കല്യാണത്തിനുള്ള ആൾ വീട്ടിൽ കൂടി അച്ഛൻ പള്ളിയിൽ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചു വിട്ടത്. 9 മാസം കഴിയുമ്പോൾ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല, നാട്ടിൽ നീക്കി എല്ലാം പറ്റും. ആകെപ്പാട് എഴുതിയോട് അറിയത്തില്ല, വിഷമിച്ചു. ഞാൻ നേരെ യൂണിവേഴ്സിറ്റിയിലെ വലിയ വലിയ ആൾക്കാർ എന്റെ 12 എഴുത്തേണ്ട വാങ്ങിപ്പോയി കണ്ടു. എല്ലാവരും കൈമാറി. അവസാനം പ്രാർത്ഥന മാത്രം. ഒരുപാട് പേര് ലോകത്തിന്റെ നാനാഭാഗത്തിൽ പ്രാർത്ഥന. ഞാൻ ചുരുക്കി പറയാം. പരീക്ഷ എഴുതുന്നതിന് തൊട്ട് മുൻപ് ഈ പരീക്ഷ എഴുതാൻ ഒരു ഹോൾ ടിക്കറ്റ് കിട്ടുമല്ലോ. ആ ഹോൾ ടിക്കറ്റിന് മുൻപ് ഒരു റോൾ വരും, ഒരു ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ പോലും എൻ്റെ പേര് കട്ട് ചെയ്തില്ല. അപ്പോൾ ഓഫീസിൽ നിന്ന് പറഞ്ഞല്ലോ പരീക്ഷ എഴുതാൻ കുഴപ്പമൊന്നുമില്ല, ബികോ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും വരട്ടെ, എല്ലാവരുടെയും ഹോൾ ടിക്കറ്റ് ഒന്ന് വന്നോട്ടെ, വന്നിട്ട് എന്നതിലേക്ക് ഞാൻ പുത്തോളാം. ആ ദിവസങ്ങളൊക്കെ കണ്ണീരോടെ കുട്ടിമേൽ പ്രാർത്ഥിക്കുക. ഞാൻ ചുരുക്കി പറയാം. ചുരുക്കം പറഞ്ഞാൽ കോളേജിലെ എംകോം വിദ്യാർത്ഥികളുടെ ഹോൾ ടിക്കറ്റ് വന്നപ്പോൾ പൊട്ടിച്ചപ്പോൾ എൻ്റെ ഹോൾ ടിക്കറ്റ് ആദ്യത്തെ ഹോൾ ടിക്കറ്റ്. നിങ്ങൾക്കറിയാമോ, 1971 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റൂള് എനിക്കൊരാൾക്ക് വേണ്ടി ദൈവം മാറ്റി എഴുതിയതാണ്. ഇതെന്റെ അനുഭവമാണ്, നിങ്ങൾക്ക് നിരസിക്കാൻ പറ്റത്തില്ല. യൂണിവേഴ്സിറ്റിയുടെ റൂള് എനിക്കൊരാൾക്ക് വേണ്ടി ദൈവം മാറ്റി എഴുതിച്ചു. ദൈവം ശക്തനാണോ? അവൻ ശക്തനായ ദൈവമാണ്, ഇന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അത് കഴിഞ്ഞ് എക്സാമിനേഷൻ 10 ദിവസമേ ഉള്ളൂ. എന്നേക്കാൾ ഗുരുക്കന്മാരൊക്കെ ഇരുന്ന് സ്റ്റഡി ചെയ്യുന്ന മുഴുവൻ പഠിച്ചെഴുതി എഴുതിയതാണ്. പക്ഷെ തമ്പുരാൻ കാണിച്ചു തന്ന പ്രാർത്ഥനയോടെ തമ്പുരാൻ കാണിച്ചു തന്ന പോർഷൻസ് പഠിച്ചു. എക്സാം വന്നു, റിസൾട്ട് വന്നപ്പം കോളേജിലെ 2ാമത്തെ മാർക്ക് എനിക്കാണ്. അതുവരെ എന്നെ ദൈവം ദൈവം എന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ കളിയാക്കി വിളിച്ചു. ഒരുപാട് നിന്നെ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന ഞാനല്ല. ഒരുപാട് നിന്നയും പരിഹാസം, ത്യജിക്കലോ ജീവിതത്തിൽ അനുഭവിച്ചു. ഒരുപാട് മുറിവുകൾ ജീവിതത്തിലുണ്ടായി. ആ സമയത്തൊക്കെ മുറിയിൽ ഒരു സിംഗിൾ റൂമാണ് സ്റ്റഡി ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് ഈ സ്റ്റുഡൻസിന്. ആ മുറിയിൽ നിന്ന് മാത്രം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നെ ദൈവം ദൈവം എന്ന് വിളിച്ച് കളിയാക്കിയവരുടെ നടുവിലാ കത്തോലിക്ക കോളേജ് ദൈവം എന്നെ മാനിച്ചു. ഹോസ്റ്റലിൽ മുഴുവൻ പാട്ടായി. അയാൾ ദൈവം ദൈവം എന്ന് പറഞ്ഞ് അവൻ ദൈവത്തെ കുറിച്ച് കാര്യങ്ങൾ സാധിക്കുന്നുണ്ടോ? ഇതാ നമ്മുടെ ദൈവം. അവനെ എങ്ങനെ ഘോഷിക്കാതിരിക്കും? അവന് വേണ്ടി എങ്ങനെ ഓടാതിരിക്കും? ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് അനർത്ഥങ്ങളുണ്ടായി. ഇവർക്ക് 2003 സർജറി വേണ്ടി വന്നു. ഇവിടെ ഗർഭപാത്രവും ഓവറിയും ഒക്കെ എടുത്തു കളയേണ്ടി വന്നു. എടുത്തു കളഞ്ഞു. വളരെ പ്രശസ്തനായ ഡോക്ടറാണ് ചെയ്തത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് ചെയ്തത്. വളരെ ചെലവേറിയതായിട്ട് ഒന്നായിരുന്നു. കാരണം ഈ ഹോൾ സർജറിയാണ്, ഓപ്പൺ ചെയ്തല്ല, ചെറിയ ഹോളിട്ടുള്ള സർജറിയാണ്. എല്ലാം വളരെ സെറ്റോ ഭയങ്കര പ്രഗത്ഭനായ ഡോക്ടറാണ് ചെയ്തത്. എല്ലാം വളരെ വിജയകരമായി കഴിഞ്ഞു. ഞാൻ ആ സമയത്ത് കോളേജിൽ നിന്ന് വിരമിച്ചിട്ട് അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്യാം. അവിടെ എല്ലാ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സ്കൂളിൽ ആയമാരുണ്ട്, പിന്നെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ സ്കൂളിൽ ബസ് ഡ്രൈവർമാരുണ്ട്. എല്ലാ വിധത്തിലും രാജകീയമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടം. ആ സമയത്ത് ഇവർക്ക് ഈ സർജറി കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ റെസ്റ്റ് ചെയ്യാം. 20ാമത്തെ ദിവസം ഇവർക്ക് ഭയങ്കരമായ ബ്ലീഡിംഗ് ഉണ്ട്. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പ് തുറന്നു വിട്ടാൽ ബ്ലഡ് ഒഴുകുന്നത് പോലെ ബ്ലഡ് ഒഴുകുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ആകെ വിഷമിച്ചു. ഞാൻ ഉടനെ എന്നെ സർജറിക്ക് വേണ്ടി എന്നെ സഹായിച്ചത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ENT-യുടെ ഹെഡാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ ഒരു കസിനാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റാണ് സർജറി ചെയ്ത ഡോക്ടർ. അദ്ദേഹത്തെ ഞാൻ സർജറി അറിയും. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും, അവിടെ അങ്ങനെ നിൽക്കേണ്ട, വേഗം അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ബ്ലഡ് കൊടുത്തിട്ട് ഇങ്ങോട്ട് വരാണ്. അങ്ങനെ ഞാൻ അതിനനുസരിച്ച് അവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന അവിടെ ഡോക്ടേഴ്സ് മുഴുവൻ പരിചയക്കാരാണ്. കാരണം മർത്തമാ സഭയുടെ ഹോസ്പിറ്റലാണ്. കൊണ്ടുവന്നപ്പോഴേ അവരെല്ലാം ഓടി വന്നു, അവർ അറ്റൻഡ് ചെയ്തു. പക്ഷെ അവർ പറഞ്ഞു ഗൈനക്കോളജിസ്റ്റ് വന്ന് നോക്കിയിട്ട് പറഞ്ഞു,
സാറേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ബ്ലീഡിങ് എവിടുന്നാന്ന് പോലും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ സർജറി ചെയ്ത്, ഇവിടെ ഫെസിലിറ്റീസ് ഒന്നുമില്ല, സർജറി ചെയ്ത് എവിടെയാണോ അവിടെ കൊണ്ടുപോകാൻ. ഞങ്ങൾ 90 കിലോമീറ്റർ വേണം ചുങ്കത്തറ ഹോസ്പിറ്റലിൽ നിന്ന് ബേബി മോൾ ഹോസ്പിറ്റലിലേക്ക്. ഞങ്ങൾ അവിടുന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു, ഞങ്ങൾ ഒരു ആംബുലൻസ്, ചെറിയൊരു ആംബുലൻസിൽ ഞാനും വൈഫും എൻ്റെ മോനും അവിടെ കൂട്ടാനുള്ള ഒരാളും കൂടെ വളരെ വേഗത്തിൽ അതിരാത്രിയിൽ ഞങ്ങൾ മുമ്പോട്ട് പോവുക. എൻ്റെ ഇവിടെ ആകെ ബ്ലഡിൽ കുളിച്ച് കിടക്കുക അക്ഷരാർത്ഥത്തിൽ, കാരണം ബ്ലീഡിങ് നിന്നിട്ടില്ല. ആ കുറേ ഒരു 9 കിലോമീറ്റർ വന്നു, 90 കിലോമീറ്റർ ഉണ്ട്, 9 കിലോമീറ്റർ കഴിഞ്ഞപ്പം മുതൽ ഇവിടെ അസ്വസ്ഥമാണ് തുടങ്ങി. ഇവിടെ പറഞ്ഞു എനിക്ക് എന്തോ ആകുന്നു, എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സ്തോത്ര പാട്ടുകളും ഒക്കെ പാടി, ആരാധനാ ഗീതങ്ങളൊക്കെ പാടി ഇങ്ങനെ വരികയാണ്. അവരാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ, കാരണം എന്നെ നന്നായി അറിയുന്ന പയ്യനാണ്, ഹോസ്പിറ്റലിലെ ആംബുലൻസാണ്. അപ്പോൾ എന്നെ വളരെ സ്നേഹവും ബഹുമാനമുള്ളവർ എല്ലാവരും. അതുകൊണ്ട് പ്രിൻസിപ്പലിൻ്റെ ഭാര്യയെ രക്ഷിക്കണമെന്നുള്ള ആവേശത്തിൽ ഇവർ ഈ ചെറിയ മാരുതി ചെറിയ വണ്ടിയാണ്, യാതൊരു ഈ ബ്രേക്സും ഇല്ലാത്തതാണ്, ഇത് വെച്ച് പായുകയാണ്. ഭയങ്കര 6 റോഡുകളാണ്. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ 2-3 പിടച്ചു, കണ്ണ് മറഞ്ഞു, അനക്കുവാമില്ല. നേഴ്സ് പൾസ് പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, സാറ് പൾസില്ല. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കയറി. ഞാൻ കാലിക്കറ്റ് വിളിച്ചു, അവിടെ പറഞ്ഞു അവിടെ എങ്ങനെയും കയറ്റരുത്, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ ബ്ലഡ് ഗൈനക്കോളജിസ്റ്റ് തിയേറ്റർ എല്ലാം ഞങ്ങൾ റെഡിയാക്കി വെച്ചേക്കുക. വെങ്ങോട്ട് ഹോസ്പിറ്റലിലെ മെയിൻ ഡോക്ടർ, അതിൻ്റെ ഓണർ ഡോക്ടർ അലക്സാണ്ടർ ക്ലോസ് ഫ്രണ്ടാണ്. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ട് എന്താ കാര്യം? ഞാൻ ആ സമയത്ത് ഓർത്ത്, ദൈവമേ എൻ്റെ പ്രിൻസിപ്പൽഷിപ്പിന് എന്ത് വിലയാണ്, എൻ്റെ ബാങ്ക് ബാലൻസിന് എന്ത് വിലയാണ്, എൻ്റെ സ്ഥാനമാനങ്ങൾക്ക് എന്ത് വിലയാണ്. എൻ്റെ ഭാര്യ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ മരണത്തിലേക്ക് വഴുതി വീഴുന്നത് നോക്കിയിരിക്കേണ്ടി വന്നൊരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ ഞാനും മോനും ആ സഹോദരനും കൂടെ ഞങ്ങൾ കിടന്ന് നിലവിളിച്ചു. കൃത്യമായിട്ട് നിലവിളിക്കൽ നിന്ന ദൈവം ഞങ്ങൾ നിലവിളി കേട്ട് നിന്ന് അത്ഭുതം പ്രവർത്തിച്ചു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വായിച്ചു, പെട്ടെന്ന് ഉണർന്നിട്ട് പറഞ്ഞ് എനിക്ക് നല്ല സുഖം തോന്നുന്നു. എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്നുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് പെട്ടെന്ന് നിരീക്ഷയിൽപ്പെടുന്നവർ തിയേറ്ററിലേക്ക് എത്തി, ഗൈനക്കോളജിസ്റ്റ് എല്ലാം പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്തു. അവർ നോക്കിയിട്ട് പറഞ്ഞു ഭയങ്കരമായ ബ്ലീഡിങ് ആയിരുന്നു, ഒരുപാട് ബ്ലഡിൻ്റെ ക്ലോട്ട്സ് ഉണ്ടായിരുന്നു, നിങ്ങൾ വന്നു പറ്റത്തില്ല. എന്നിട്ട് ആ ഡോക്ടർ എന്നോട് ഒരു വാക്ക് കൂട്ടിച്ച്, ദൈവം തമ്പുരാൻ ലേസർ അയച്ച് ബ്ലീഡിങ് നിർത്തിയതുകൊണ്ടാണ് നിങ്ങളുടെ വന്നു പറ്റിയത്. ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാതെ, നമ്മുടെ പണത്തിനോ നമ്മുടെ സ്ഥാനമാനങ്ങൾക്കോ നമ്മുടെ പൊസിഷൻസിനോ നമ്മുടെ ബാങ്ക് ബാലൻസിനോ നമ്മുടെ ഇൻഫ്ലുവൻസിനോ നമ്മളെ സഹായിക്കാൻ കഴിയാതെ നാം നോക്കി നിൽക്കുമ്പോഴും നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്, ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. മുമ്പോട്ട് പോകട്ടെ. എൻ്റെ ജീവിതത്തിൽ പറഞ്ഞൊരു അനുഭവം കൂടെ പറഞ്ഞ് ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. 2020 മാർച്ച് 20 കോവിഡ് തുടങ്ങിയ സമയം എനിക്ക് പെട്ടെന്ന് സ്ട്രോക്ക് ഉണ്ടായി. അതിനൊരാഴ്ച മുമ്പ് സ്ട്രോക്ക് വന്നു. അത് ഞാൻ അടുത്തുള്ള കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നെങ്കിലും അവിടുത്തെ ഫിസിഷ്യന് അത് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. അത് വേറെ എന്തൊക്കെ ഹാർട്ടിൻ്റെ ആണെന്നൊക്കെ വിചാരിച്ചാൽ ട്രീറ്റ് ചെയ്തു. ഒരാഴ്ചയോളം ഞാൻ അത് കൊണ്ട് നടന്നു. ഒരാഴ്ച കഴിഞ്ഞ കൃത്യം അടുത്ത ഞായറാഴ്ച എനിക്ക് ഭയങ്കരമായിരുന്നു. രാത്രി എൻ്റെ കൈകാലുകളും തളർന്നുപോയി, 2 കാലിലും കോർഡിനേഷൻ ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, നടക്കാൻ പറ്റത്തില്ല. ആകെ വിഷമിച്ചു. ഞാൻ പറയുന്ന ഒന്നും തിരിയുന്നില്ല. എനിക്ക് അന്നേരം ബോധമുണ്ട്. പെട്ടെന്ന് അടുത്തൊരു ഡോക്ടറെ കാണുന്ന അവരെ വിളിച്ചു വരുത്തി. അവരെല്ലാം നോക്കിയിട്ട് പറഞ്ഞ് സ്ട്രോക്ക് ആണെന്നാ തോന്നുന്നു, ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവർ തന്നെ കോവിഡിൻ്റെ സമയം ആംബുലൻസ് ഒന്നും കിട്ടാനില്ല. ആ ഡോക്ടർ തന്നെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്ത് ഇവിടുന്ന് ഒരു ആംബുലൻസ് വിളിച്ചു തന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനെ മെഡിസിറ്റിയിൽ തന്നെ അഡ്മിറ്റ് ചെയ്തു. പിന്നെ ഒരാഴ്ചയോളം കഴിഞ്ഞതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് കാര്യമില്ല. പിന്നെ അവരവിടെ അഡ്മിറ്റ് ചെയ്ത് MRI എടുത്തു. നോക്കുമ്പോൾ എൻ്റെ നട്ടെല്ലും തലച്ചോറും തമ്മിലുള്ള ബന്ധം വിട്ടുപോയി. ലാറ്ററൽ മെഡുലാർ സിൻഡ്രോം എന്ന് പറഞ്ഞ് വളരെ മാരകമായ ഒരു സ്ട്രോക്ക്. അവരവിടെ അഡ്മിറ്റ് ചെയ്തു. സർജൻ വന്നിട്ട് പറഞ്ഞു
ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്, സർജറി ചെയ്യാൻ പറ്റത്തില്ല, മരുന്ന് കൊണ്ട് നോക്കിയ നിവർത്തിയുള്ളൂ. എന്നെ ICU അഡ്മിറ്റ് ചെയ്ത് അതിൻ്റെ 3-ാം ദിവസം എൻ്റെ 2 ലങ്സിലും ന്യൂമോണിയ അടിച്ചു. ICU ആസ്പിറേഷൻ ന്യൂമോണിയ എന്ന് പറയും. അവരുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് വന്നതാണ്. 2 ലങ്സ് ന്യൂമോണിയ അടിച്ചു. ഡോക്ടേഴ്സിലെല്ലാം കൈവിട്ടു. ഞാൻ പിച്ചും പെയും പറയാൻ തുടങ്ങി. വല്ലാത്തൊരവസ്ഥ, വിഷമിച്ച ദിവസങ്ങൾ. ഇവിടെ പുറത്ത് വൈകുന്നേരം മാത്രം എന്നെ ഒന്ന് കാണാൻ അനുവദിച്ചത്. വളരെ സങ്കടകരമായ അനുഭവങ്ങൾ കൂടെ 18 ദിവസം ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ കിടന്നു. 11 ദിവസം ICU-ലും 7 ദിവസം ജനറലുമാണ്. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ വീട്ടിൽ പോയി ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞാൽ വിട്ടു. ഞാൻ ദൈവം ഞങ്ങളെ 1.5 മാസത്തോളം ഇവിടെ ഗുളികൾ പോലും പൊടിച്ച് 6 മുട്ടയുടെ വെള്ള മാത്രം എടുത്ത് അടിച്ച് അതാണ് എനിക്ക് ഭക്ഷണമായിട്ട് തരുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാട്. 1.5 മാസം ഒരു തുള്ളി വെള്ളം താഴോട്ട് ഇറങ്ങത്തില്ല, ഒരു തുള്ളി വെള്ളം. ആ സ്ഥാനത്ത് നിന്ന് ദൈവം എൻ്റെ തൊണ്ട ഉച്ചത്തിൽ എൻ്റെ തൊണ്ട മസിൽസ് ദൈവം സംഭവം. എൻ്റെ ലങ്സിനെ പൂർണ്ണമായി ദൈവം ഹീൽ ചെയ്തു, എൻ്റെ ഹാർട്ടിനെ ഹീൽ ചെയ്തു. അതിനുശേഷം എത്ര പ്രാവശ്യം എന്തെല്ലാം ടെസ്റ്റ് ചെയ്തു, അവരെല്ലാം സർട്ടിഫൈ ചെയ്തു. യുവർ ഹാർട്ട് ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഞാൻ ഒരു ഞായറാഴ്ച ഇവിടെ എറണാകുളം മെഡിക്കൽ കോളേജിലെ മെഡിസിൻ്റെ പ്രൊഫസർ ഡോക്ടർ ജേക്കബ് അത് നടത്തുന്ന ഒരു ചർച്ചുണ്ട്, റഫ ചർച്ച്. ഞാൻ അവിടെ ഇങ്ങനെ നിന്ന് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചില അനുഭവങ്ങൾ മാത്രം അവിടെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ അവിടുത്തെ പാസ്റ്ററായിരിക്കുന്ന മെഡിക്കൽ കോളേജിലെ മെഡിസിൻ്റെ പ്രൊഫസർ ഡോക്ടർ ഭാര്യ അവിടുത്തെ പീഡിയാട്രിക്സിൻ്റെ പ്രൊഫസർ, 2 പേരും നല്ല വിശ്വാസികളാണ്. അവിടെ ഒരു ചർച്ച് ഞാൻ വല്ലപ്പോഴും പോയി അവിടെ മെസ്സേജ് കൊടുക്കാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കറിയാമോ ഈ സാറിന് വന്ന അസുഖം ലാറ്ററൽ മെഡുല്ല സിൻഡ്രോം വന്ന ഒരൊറ്റ പേഷ്യൻ്റ് ഇത്രയും കാലം ജീവിച്ചിട്ടില്ല. ജീവിച്ചിരുന്നാൽ തന്നെ ഒരു ജീവച്ഛവമായി കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാതെ വർഷങ്ങൾ മാസങ്ങൾ കിടന്ന് നരകിച്ച് മരിച്ചേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. സാർ മെഡിക്കൽ സയൻസിന് അത്ഭുതമാണ്. നമ്മുടെ ദൈവം ശക്തനാണോ? അവൻ ശക്തനാണ്. ഇന്നും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവന്റെ കരം കൂടുതലായി പോയിട്ടില്ല. ഞാൻ മുമ്പോട്ട് പോട്ടെ, ആ ഭാഗം ഞാൻ അവിടെ വിടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അടുത്തതായിട്ട് നാം കാണുന്നത് അവന്റെ നാമം പരിശുദ്ധം തന്നെ. ഹീസ് എ ഹോളി ഗോഡ്. നമ്മൾ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനായ ദൈവം. നമുക്ക് എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നത്? യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ അവിടെ ശുദ്ധിയിൽ ജീവിക്കുന്ന സാറാഫുകളും കെരൂബുകളും എങ്ങനെയാ ദൈവത്തെ ആരാധിക്കുന്നത്? 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ നാമം. ദൈവസ്ഥലിൽ നിൽക്കുന്ന ദൂതന്മാർക്ക് പോലും അവന്റെ മുഖം കാണാൻ കഴിയാതെ അത്ര പരിശുദ്ധനായ വിശുദ്ധനായ ദഹിപ്പിക്കുന്ന അഗ്നിയായ ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. അവൻ പരിശുദ്ധനാണ്. അവൻ പരിശുദ്ധനാകുന്നതുകൊണ്ട് നാമും അവനെ പോലെ വിശുദ്ധരായിരിക്കണമെന്നുള്ള ദൈവം ആഗ്രഹിക്കുക. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ ജീവിതം സാധ്യമാണോ? സത്യസന്ധമായിട്ട് എനിക്കറിയാം സാധ്യമല്ലെന്നാണ് നിങ്ങളുടെ അനുഭവങ്ങൾ. എന്റെ അനുഭവം തന്നെ. കാരണം നമുക്കെപ്പോഴും ഉയർച്ചയും താഴ്ചയും വീഴ്ചയൊക്കെ. അതുകൊണ്ടാണ് ബോസിൽ പറയുന്നത്, പാപം ചെയ്യാതെ ഇരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ വലത്ത് ഭാഗത്തുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നിലനിൽക്കുന്നത്. വെളിപാട് പുസ്തകത്തില് ലവോദിക്ക സഭയിൽ എഴുതുമ്പോ ദൂത് പറയുക, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. നീ ശീതവാനും ഉഷ്ണവാനും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ഞാൻ നിന്നെ വായിൽ നിന്ന് ഉമ്മണ്ട് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ഔട്ട് ഓഫ് മൈ മൗത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റ തുപ്പ്.
നമ്മൾ ചിലപ്പോൾ കാർക്കിച്ചിട്ട് ഒറ്റ നീട്ടിയ തുപ്പ് പോയിട്ടില്ലേ? ആ വാക്കിന്റെ അർത്ഥമാണ്. അപ്പൊ ലവോദിക്കാൻ സമയം ദൈവം പറയാ, ഞാൻ നിന്നെ ഒറ്റ തുപ്പ് തുപ്പാക്കുക. പക്ഷെ ഞാൻ വിചാരിക്കും, ദൈവമേ ഇത്രയും നാളായിട്ട് എന്നെ ദൈവം സഹിക്കുന്നുണ്ട്. എന്നെ നിങ്ങളെ ദൈവം സഹിക്കുന്നത് കൊണ്ടല്ലേ, ക്ഷമിക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് ഇവിടുന്ന് ഈ വിശുദ്ധ വേഷത്തിൽ പങ്കെടുക്കാനാണ് അവസരം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ വിശുദ്ധിയെ ഉണ്ടാകും? ഒരു നാൾ നല്ല നമ്മുടെ വിശുദ്ധിക്കൊത്തവണ്ണം, അവന്റെ ദയക്കൊത്തവണ്ണം, അവന്റെ കരുണയ്ക്കൊത്തവണ്ണം അവൻ നമ്മളെ വിളിച്ചതാണ്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ നമ്മളോട് പാപങ്ങളെ ക്ഷമിച്ച് നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ ബലപ്പെടുത്തുന്നത് കൊണ്ടാണ് നമുക്ക് വിശുദ്ധ മേശയിൽ പങ്കെടുക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കഴിവുള്ളിടത്തോളം നമ്മുടെ വാക്കിനെ വിശുദ്ധി പാലിക്കണം, നമ്മുടെ നോട്ടത്തിൽ വിശുദ്ധി പാലിക്കണം, നമ്മുടെ ചിന്തകളിൽ വിശുദ്ധി പാലിക്കണം, നമ്മുടെ പ്രവർത്തനങ്ങളിൽ വിശുദ്ധി പാലിക്കണം. നമ്മളെ കാണുന്നവർ, പ്രത്യേകിച്ചും നിങ്ങളൊക്കെ ഈ പ്രദേശത്ത് പാർക്കുമ്പോൾ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളാണ് ക്രിസ്തുവിന്റെ ജീവനുള്ള പത്രങ്ങൾ. നിങ്ങൾ ക്രിസ്തുവിന്റെ ജീവനുള്ള പത്രങ്ങൾ. നിങ്ങളെ കാണുന്നവർ നിങ്ങളിൽ കൂടെ യേശുവിനെ കാണണം. വാക്കുകൊണ്ട് പറയാൻ എളുപ്പമാണ്, പക്ഷെ ജീവിക്കാൻ ആണ് പ്രയാസം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഒരു ദേവദാസൻ ഒരിക്കൽ ഒരു ദേവദാസൻ പറഞ്ഞു, ഒരു സാധാരണ മനുഷ്യൻ പറഞ്ഞു, യുവർ ആക്ട്സ് സ്പീക്സ് സോ ലൗഡ് that I cannot. അല്ല, ആ വാക്ക് ഉപയോഗിച്ചിരിക്കണം. What you are speaks so loud that I cannot hear what you say. നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥ ഉച്ചത്തിൽ സംസാരിക്കും. അതാണ് നിങ്ങൾ പറയുന്ന യേശുവിനെ കേൾക്കാൻ പറ്റുന്നില്ല. നമ്മുടെ അർത്ഥം മനസ്സിലായി? നമ്മുടെ ഏറ്റവും വലിയ സാക്ഷി നമ്മുടെ ജീവിതമാണ്. ദൈവത്തിൽ നിന്ന് സാക്ഷി പറയണം. തമ്പുരാന്റെ കരുണയാൽ 30 വർഷം കണ്ണൂർ, വയനാട്, തലശ്ശേരി, ഈ കാസർഗോഡ്, കാഞ്ഞങ്ങാട്, ഈ പ്രദേശങ്ങളൊക്കെ എല്ലാ റോഡിന്റെ മുക്കിലും പൂരെ നിന്ന് ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിൽ നിന്ന് കർത്താവിനെ ഉയർത്താനത്തെ ഭാഗ്യം തന്നിട്ടുണ്ട്. കർത്താവിന്റെ കൃപയാണ് കേട്ടോ. അതിനൊരു ഭാഗ്യമാണ്. ഞാനത് വലിയ ഭാഗ്യമായി കണക്കാക്കുക. പ്രിയപ്പെട്ടവരെ, പക്ഷേ എൻ്റെ സാക്ഷ്യമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു, ഞാനത് തളിപ്പറമ്പ് സർസെയ്ത് കോളേജ്, മുസ്ലിം കോളേജ്, അവിടെ തന്നെ സഭ ഡെപ്യൂട്ടേഷനിലുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ഞാൻ തളിപ്പറമ്പ് സർസെയ്ത് കോളേജിലെ കോമേഴ്സ് പ്രൊഫസറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് കേൾക്കുമ്പോഴേ ആളുകൾ വന്നുകൂടും. നല്ല പാട്ട് പാടുന്നവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നല്ല ടീം ഉണ്ടായിരുന്നു. വീടുകളോട് പേരാണ് വിശേഷമാണ് ഈ പദ്ധതി ഒക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതൊന്നും നല്ല കാര്യം. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഞാൻ അവന്റെ പൈതലായി തീർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അവന്റെ വരവിൽ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഞാനും കാണുമെന്നുള്ളതാണ് ഞങ്ങളുടെ വലിയ പ്രത്യാശ. അതാണ് ജീവിതത്തിന്റെ ഭാഗ്യം. അതുകൊണ്ട് എനിക്ക് എന്ത് വില കൊടുത്തും വിശുദ്ധി പാലിക്കണം. നഷ്ടം വന്നാൽ, ഛേദം വന്നാൽ വിശുദ്ധിക്ക് വേണ്ടി അല്പ കാര്യസാധ്യത്തിന് വേണ്ടി കള്ളത്തരം പറയരുത്. നഷ്ടം വന്നോട്ടെ, ആ നഷ്ടം ദൈവത്തിനെത്തി തരും. എനിക്ക് അനുഭവമാണ്. ഞാൻ കോളേജ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞ മനസ്സിലായതുകൊണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് ഏറ്റവും താഴ്ന്ന നിലയിൽ തന്നെ ഞാൻ വളരെ നിങ്ങളുടെ പശ്ചാത്തലം. ഞാൻ കോളേജ് പഠിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ശമ്പളത്തിൽ പ്രോവിഡന്റ് ഫണ്ടിലേക്ക് പൈസ പിടിക്കും. ആ പ്രോവിഡന്റ് ഫണ്ടിലേക്ക് പിടിച്ച പൈസ ആദ്യത്തെ 20 വർഷത്തിനുള്ളിൽ എടുക്കണമെങ്കിൽ അവിടെ കള്ളത്തരം. എന്താ കള്ളത്തരം എന്നറിയാം? ഒന്നിന് നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്നും അസുഖമാണ്, ഭാര്യയുടെ ചികിത്സയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെയും ചികിത്സയ്ക്ക് വേണ്ടി എഴുതിയാൽ അവിടെ ഒരു കാര്യം കൂടെ ചേർക്കണം, നിങ്ങളുടെ അപ്പനും അമ്മയും ദീർഘകാലമായിട്ട് കിടക്കണം. ഇത് എഴുതിയാലേ ഞാൻ അടച്ച പൈസ ഇങ്ങോട്ട് എനിക്ക് ലോണായിട്ടുണ്ട്. ആരും ചോദിക്കും. ഇതാണ് നമ്മുടെ സർക്കാരിൻ്റെ വ്യവസ്ഥ. അപ്പം കോളേജിൽ 30 വർഷം ആദ്യത്തെ 20 വർഷം ഞാൻ ലോൺ എടുത്തിട്ടില്ല. ഓഫീസിൽ അതിൻ്റെ സെക്ഷൻ ലാൻഡുണ്ട്. അവൻ എപ്പോഴും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നി സാറേ ഒരു ലോൺ എടുക്കുക, സാറിന് ആവശ്യമില്ലെങ്കിൽ
ലോൺ എടുത്തില്ലെങ്കിൽ അവസാനം സാർ റിട്ടയർ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ കണക്കൂട്ടി എടുക്കണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. സാറിന് പൈസ ഒന്നും കിട്ടത്തില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞ പൊന്നു മോനെ, എനിക്ക് കളത്ര എഴുതാതെ കിട്ടുമോ? ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ എടുത്തില്ല. അവിടെ എൻ്റെ മോടെ കല്യാണം വന്നപ്പോൾ 20 വർഷം കഴിഞ്ഞു. 20 വർഷം കഴിഞ്ഞപ്പോൾ മോടെ കല്യാണത്തിന് ലോൺ എടുക്കാം. നല്ലൊരു എമൗണ്ടിൽ ലോൺ എടുക്കാൻ പറ്റും. അപ്പം ഞാൻ കളത്രം പറഞ്ഞത് എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു. കളത്രം പറഞ്ഞെടുത്തിരുന്നെങ്കിൽ എൻ്റെ ബ്രോഡ് വേണ്ടി കാര്യമായ പൈസയൊന്നും കാണത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ കളത്രം പറയുന്നതുകൊണ്ട് ദൈവം എന്നെ മാനിച്ചു. ഒരുപാട് എന്തോന്ന് അഭിത്തത്തിൽ നിന്ന് പറയാനുണ്ട്. നിങ്ങൾ കർത്താവിനെ മാനിച്ചിരുന്നാൽ തമ്പുരാൻ ആർക്കും കടക്കാറില്ല. അവൻ ആർക്കും ബാധ്യതയല്ല. നീ കർത്താവിനെ മാനിച്ചാൽ അവൻ നിന്നെ മാനിക്കുന്നതിനുള്ള അതിരില്ല കേട്ടോ. ഞാൻ 30 വർഷം മുസ്ലിം കോളേജിലാണ് പഠിപ്പിച്ചത്. മർത്തമ സമിതിക്ക് 7-8 കോളേജുണ്ട്. ഈ കോളേജിലൊക്കെ എന്നേക്കാൾ വലിയ പ്രഗത്ഭന്മാരുണ്ട് പ്രൊഫസർമാർ. ഇവരെ ആരെയും തെരഞ്ഞെടുക്കാതെ എന്നെ ആ സഭ മുസ്ലിം മർത്തമ സഭയുടെ ചരിത്രത്തിൽ ഇതേവരെ മുമ്പ് ഉണ്ടായിട്ടില്ല, പിന്നെ ഉണ്ടായിട്ടില്ല. മുസ്ലിം കോളേജിൽ ഒരാളെ കൊണ്ടുവന്ന് പ്രിൻസിപ്പളായി ഇരുത്തിയ ചരിത്രമില്ല. ഞാനാണ് ആദ്യത്തെ അവസാനത്തെ വ്യക്തി. ഞാൻ ആ പ്രിൻസിപ്പലിന്റെ കസേരയിൽ ഇരിക്കുമ്പോഴൊക്കെ ഇടക്കട്ടിയാണെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് പറയും, എനിക്കിരിക്കാൻ എനിക്ക് യോഗ്യതയാണ്, എനിക്ക് ഒറ്റ യോഗ്യതയുള്ളൂ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. എന്നെ മാനിക്കുന്നവനെ ഉറക്കെ പറ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ആർക്കും കളയാറില്ല. ഞാൻ മുമ്പോട്ട് പോകട്ടെ, വേറെ മുമ്പോട്ട് പോകട്ടെ. പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. അടുത്ത പറയുന്ന ഉള്ളതാണ്. അടുത്തതാണ് അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറയായി. കരുണയുള്ള ദൈവം അല്ലേ? വാസ്തുവിന്റെ സമയത്ത് പറഞ്ഞു, കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവം. നമ്മളോട് മാത്രമല്ല, നമ്മുടെ തലമുറകളോട് കണ്ണാടിക്കുന്ന ദൈവമാണ്. അതിലൊരു സംഭവം കൂടെ പറഞ്ഞാനാക്കാൻ വിടാതെ. അവിടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ദൈവം ചോദിച്ചാൽ പിന്നെ സമയം കിട്ടുന്നതിനനുസരിച്ചൊക്കെ പറയാം. നമ്മുടെ തലമുറകളോടും കണ്ണാടി. ഞങ്ങൾക്ക് ഒരു മോളും മോനുമാണ് പറഞ്ഞിട്ട്. ആ മോനെ പിന്നെ ആദ്യ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് ഡിപ്ലോമ ടൂൾ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞിട്ട് LTTF എന്ന് പറയുന്നത് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അവർ ജോലി കിട്ടിയത്. അതിൻ്റെ പോസ്റ്റ് ഡിപ്ലോമ അവർ കഴിഞ്ഞത് പോളിടെക്നിക് കഴിഞ്ഞു. അപ്പം അവിടെ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെയുള്ള വിദ്യാർത്ഥികളെ കൊണ്ട് ഇൻഡസ്ട്രിയൽ വിസിറ്റിലൂടെ HMD നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ അടുത്തുള്ള HMD ഇൻഡസ്ട്രിയൽ വിസിറ്റിലൂടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അവരുടെ ഇൻഡസ്ട്രി കാണിക്കാറുണ്ട്. അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമാണ്, വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ കൊണ്ടുവന്നു പിള്ളേരെ 10 ഇവരെ 3 ടീച്ചേഴ്സ് ഉണ്ട്, 10, 40, 50 സ്റ്റുഡൻസ് ഉണ്ട്. ഇവരെല്ലാം കൊണ്ട് വന്ന് HMD അവിടെ അവരെ അതൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങിയിരിക്കുക, വണ്ടി വരാൻ വേണ്ടി. ഇവരെ കൊണ്ടുവന്ന വണ്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് 2 മണിക്ക് പെട്ടെന്ന് ടിപ്പർ ലോറി വളരെ വേഗത്തിൽ വന്ന് ഈ ഇവരുടെ ഇടത്തോട്ട് ബാക്കി കയറി ഇടിച്ചു കയറി മോൻ്റെ കാലിന് ഇടി കിട്ടി. അവൻ കാലൊടിച്ചെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് പെട്ടെന്ന് അവന് ബോധം വന്നാൽ നോക്കുമ്പോൾ ബാക്കിലെ ടയർ അവൻ്റെ തലയ്ക്ക് നേർക്കുകയാണ്. അവൻ പെട്ടെന്ന് തല തിരിച്ചത് കൊണ്ട് അവൻ്റെ തലയിൽ കൂടെ ടയർ കയറി ഇറങ്ങില്ല, കയ്യിൽ കൂടെ ടയർ കയറി ഇറങ്ങി ഇവിടുന്ന് ഇവിടം വരെ എല്ലുകൾ തവിട് കൂടിയായി. ഞങ്ങൾക്ക് മെസ്സേജ് വന്നു, ഞങ്ങൾക്ക് കോള് വന്നു. ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ ചെന്നു, മെഡിക്കൽ സെൻ്ററിൽ. അവരങ്ങോട്ട് അടുപ്പിക്കത്തില്ല. ഇവിടെ പറഞ്ഞാൽ അവൻ്റെ അമ്മയാണ്, റീസിൻ്റെ അമ്മയാണ്. പറഞ്ഞു, നിങ്ങൾ അമ്മയായതുകൊണ്ടാണ് ഞാൻ കേൾക്കാത്തത്. കാരണം നിങ്ങൾ ICU ഇല്ലാത്ത വേളം ഇവിടെ ഉണ്ടാകും. കാരണം അവരുടെ സിറ്റുവേഷൻ അതേപോലെ. ഞങ്ങളെ സ്നേഹിക്കുന്ന 2 അച്ഛന്മാരകത്ത് കയറി ICU ചെന്നവരെ കണ്ടിട്ട് വന്നിട്ട് പറഞ്ഞു, സാറേ കാല് കുഴപ്പമില്ല, കാലിന് നമുക്ക് സ്ക്രൂവും നട്ടും ബോൾട്ടും ഒക്കെ ഇട്ട് ശരിയാക്കാം. പക്ഷേ ഇടത്തെ കൈയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഡോക്ടേഴ്സ് ഒന്നും പറയുന്നില്ല. അവർ ഒബ്സർവേഷനിൽ വെക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. വളരെ വിഷമിച്ച ദിവസം അന്ന് രാത്രി ഇവിടെ ഹോസ്പിറ്റലിലാണ്. ഞങ്ങൾ എല്ലാവരും തരുന്ന ഇതൊരു റൂമൊക്കെ തന്നു. ആ റൂമിൽ ഞാൻ ഇവിടെ ആക്കിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നു. ഞാനിങ്ങനെ ഉറങ്ങാൻ കിടക്കി. എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ മാറി തിരിഞ്ഞ് കിടക്കുക. ഒരു 2-2:30 ഒരല്പസമയം ഞാൻ മയങ്ങിയ സമയത്ത്
ഞാനിത് അക്ഷരാർത്ഥത്തിൽ ദൈവമുണ്ടാകെ പറയുന്നു, സ്വക്ഷത്തിക്കാതെ പറയാം. എൻ്റെ സമീപം നിൽക്കുന്ന ദൈവസാന്നിധ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞു. എൻ്റെ സമീപം നിൽക്കുന്ന ദൈവസാന്നിധ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഞാൻ രണ്ട് കൈയും കൊണ്ട് കർത്താവിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് അക്ഷരീയമായി കെട്ടിപ്പിടിച്ചു. ഒരു 10-15 മിനിറ്റോളം അവനെൻ്റെ പുറത്തേക്ക് ഇങ്ങനെ തന്നു. ഒന്നും സംസാരിച്ചില്ല. പക്ഷെ ആ സ്നേഹത്തിൻ്റെ തലോടെ ഞാൻ ആഴത്തിൽ അനുഭവിച്ചു. ഞാൻ അത് കഴിഞ്ഞപ്പോൾ കർത്താവ് മതി, ഒന്നും എനിക്ക് ആവശ്യമില്ല. വെള്ളിയാഴ്ച നടക്കും. തിങ്കളാഴ്ചയായപ്പോൾ ഡോക്ടേഴ്സ്, ഒരു സെറ്റ് ഓഫ് ഡോക്ടേഴ്സ് എല്ലാം ഇതിനകത്ത് കമ്പി ഓടും ഒക്കെ ഇട്ട് എല്ലാം സ്ക്രൂ ചെയ്ത് എല്ലാവർക്കും വെച്ച് കെട്ടിയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറ് പിന്നെ ഞങ്ങൾ ചെയ്യാൻ കഴിയുന്നൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുക, അത്ര ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളൊരു എത്ര കണ്ണുനീരോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾക്കുള്ള ഏകമാണ് ആൺമക്കളെ വാണായിട്ട് ഒന്നേ ഉള്ളൂ, ധൈര്യം. ആ കുഞ്ഞ് ഒരു കൈ തളർന്ന ചെറുപ്പമാണ്, അത് ബാബു കഴിഞ്ഞിട്ടില്ല. അവൻ്റെ ഇടത് കൈ തളർന്നു പോയൊരവസ്ഥയിൽ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അനേകം അവന് വേണ്ടി കടിഞ്ഞിട്ടോടെ പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രാർത്ഥന കേട്ടു. ഒരു മാസം കഴിഞ്ഞ് എക്സ്റേ എടുത്തിട്ട് ഡോക്ടർ ചിരിച്ചോട് പറഞ്ഞു, വലിയൊരു മിറക്കിളാണ്, അത്ഭുതകരമായ വിധത്തിൽ എല്ലുകൾ ചെയ്യുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ കെട്ടൽ, 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കെട്ടെല്ലാം മാറ്റി പ്ലാസ്റ്റർ കിട്ടും. 3 മാസം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. 1 വർഷത്തിന് ശേഷം അന്ന് പറഞ്ഞു ഈ അകത്തിട്ടിരിക്കുന്ന കമ്പി, ഈ സ്ക്രൂ, ഇതൊന്നും എടുത്തു കളയാൻ പറ്റത്തില്ല, ജീവിതം മുഴുവൻ അത് കൊണ്ടുകൊണ്ട് കിടക്കേണ്ടി ഡോക്ടേഴ്സ് പോലും പറഞ്ഞത്. പക്ഷേ 1 വർഷം കഴിഞ്ഞപ്പോൾ വളരെ എളുപ്പത്തിൽ അതെല്ലാം മാറ്റി പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അവന് കൈ ഉപയോഗിച്ചു. സൗദി അറേബ്യയിൽ ആദ്യം അവന് കിട്ടിയ ജോലി ഫീൽഡ് സൂപ്പർവൈസറാണ്. ഭയങ്കര ശമ്പളമൊക്കെയാണ്, പക്ഷെ ഭയങ്കര ഉത്തരവാദിത്തമാണ്. സൗദിക്കാരൊന്നും പണിയെടുക്കുന്നില്ല, ഫിലിപ്പൈൻസൊന്നും പണിയെടുക്കുന്നില്ല. അപ്പം ഹെവി എക്യുപ്മെന്റ്സ് പുറത്തിറങ്ങി അതെല്ലാം ഫിറ്റ് ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്തമുണ്ടാണ്. ഈ കൈകൊണ്ട് അതൊക്കെ ചെയ്യാൻ അവൻ്റെ കൈ നമ്മുടെ ദൈവം തലമുറകളോട് കണ്ണു കാണിക്കും. ഞാൻ പറയട്ടെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ മാതാവും പിതാവും കർത്താവിനെ സേവിച്ചാൽ നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാണ്. ലോകപ്രകാരം ഒത്തിരി ഞങ്ങളെ ഉയർത്തി. ഞങ്ങൾ 2013 സ്നാനപ്പെട്ടിറങ്ങിയപ്പോൾ പാരമ്പര്യത്തിന്റെ ഒരുപാട് നീതി അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ വർത്തമാനസഭയിലെ ഒഫീഷ്യൽ കൺവെൻഷൻ സ്പീക്കറാണ്. വർത്തമാനസഭയുടെ ചെലവിൽ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ആൻഡമാൻസിലും ബോംബെയിലും ഡൽഹിയിലും എല്ലാം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തതാണ്. ഞാൻ ഇപ്പോഴും ഇംഗ്ലണ്ടിൽ ഡൽഹിയിൽ അമ്പലത്തിൽ ഫ്രീ ആയിട്ട് വർത്തമാസം ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, വർത്തമാനസഭയിൽ കിട്ടാവുന്ന ആനുകൂല്യം മുഴുവൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ബന്ധുക്കോസിലോട് ചാടി ഇന്ത്യയോട് ഒന്ന് എന്നോട് ചോദിച്ചു, പരസ്യമായി അത്ര അപമാനം സഹിക്കും. പല തിരുമേന്മാരെന്നോട് ചോദിച്ചു, തനിക്ക് വർത്തമാനസഭയിൽ എന്തായിരുന്നല്ലോ കുറവ്. അനേകം നിന്ന് പരിഹാസം ഇന്നും അനുഭവിക്കും. ഒരു ബ്രദറിന്റെ വൈഫ് എന്നോട് പറഞ്ഞു, അച്ചായൻ കാരണം ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല, ഞങ്ങളുടെ മുഖത്തെല്ലാം കൈതച്ചിട്ടുണ്ട്. ഇതൊക്കെ അനുഭവിക്കില്ല. പക്ഷെ ഇന്നും കൃപയിൽ നിലനിൽക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അനുഭവിച്ചറിയില്ല. ആരും പറഞ്ഞിട്ടത് ഒരുപാട് ദൈവദാസന്മാരെ വടകെട്ടി വലിച്ചിട്ടുണ്ട് സ്നാനപ്പെടാൻ. ഞാൻ പറഞ്ഞു, തമ്പുരാൻ എന്നോട് പറയാതെ ഞാൻ സ്നാനപ്പെടില്ല. അപ്പൊ വചനമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒക്കെ ശരി, ഞാൻ എനിക്കൊന്നും എതിർക്കുന്നില്ല. പക്ഷേ ഞാൻ സ്നാനപ്പെടണമെങ്കിൽ കർത്താവിനോട് വ്യക്തമായി സംസാരിക്കും. ഒരു രാത്രി, ഒരു പാതിരാത്രി പരിശുദ്ധാത്മാവിനെ തട്ടിയുണ്ട് 2013. അപ്പോൾ 2013 എന്ന് പറയുമ്പോൾ എനിക്ക് അന്ന് എത്രയായി? 49, 63, 13. എത്ര വയസ്സായി? 51, 13, 64 വയസ്സിലായി. ഈ വയസ്സിൽ സ്നാനപ്പെട്ടു. 18 വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. പക്ഷേ ഈ 64 വയസ്സ് ഒരു രാത്രി പരിശുദ്ധാത്മാവിനെ തട്ടി കൊടുത്തപ്പോൾ, മോനെ 10 സഭയിൽ ശുശ്രൂഷ അവസാനിച്ചു, സ്നാനപ്പെട്ട് ഇറങ്ങാം. അപ്പം ഞാൻ ഇവിടെ ഉറക്കത്തിൽ തട്ടി പിടിച്ചിട്ട് പറഞ്ഞിട്ട് ദൈവാത്മാവ് ഇടപെടുന്നു, സ്നാനപ്പെട്ട് സഭയിൽ ഇത് പറഞ്ഞ് 100% റെഡി. ഞാൻ പണ്ടേ റെഡിയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മോനും
ഭാര്യയും ഒക്കെ അന്ന് രാജേഷ് പാസ്റ്ററിൻ്റെ ചർച്ചയാകുന്നു. അവിടെ ചെന്നു പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾക്ക് സ്നാനം തന്നു. 12 വർഷം സഭയിലെ ലീഡർഷിപ്പ് ടീമിൽ അംഗമാണ്. വലിയ സഭയാണെന്ന് കോൺഗ്രസ് ചർച്ച, വലിയ സഭയാണ്. എന്നാൽ പിന്നീട് സ്ട്രോക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ വരെ പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പാസ്റ്ററുടെ അനുഗ്രഹത്തോട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാറുണ്ട്. ഒരിക്കലും ഒരു സഭയിൽ പണി മാറി നിങ്ങളൊരു സഭയിൽ ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ആ സഭയിലെ ദേവദാസനോട് ചെന്ന് പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ചേ നിങ്ങൾ പോകാം. അനുഗ്രഹം വാങ്ങിച്ചേ പോകാം. ഞങ്ങളുടെ കുടുംബമായി ചെന്ന് പാസ്റ്ററുടെ അടുത്ത കാര്യങ്ങൾ പറഞ്ഞ് പാസ്റ്ററുടെ അനുഗ്രഹം വാങ്ങിച്ചാണ് ഞങ്ങളെ സഭയിൽ ഇറങ്ങാൻ നേരത്തെ പാസ്റ്റർ കെട്ടിപ്പിടിച്ച് എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഏത് സമയത്ത് വേണമെങ്കിലും അങ്ങനെ മടങ്ങി വരാം, വാതിനെ തുറന്നിട്ടേക്കുക, നിങ്ങൾ പോയിട്ടില്ല. കാരണം കഴിഞ്ഞിട്ടില്ല. ഇടയ്ക്ക് അവിടുത്തെ ലീഡർഷിപ്പിലുള്ള ചർച്ച ചെയ്യുന്ന ഒരു അച്ഛൻ ഭരിച്ചപ്പോൾ മാത്രമേ പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് വേറെ വർഷം, അതുപോലെ അതെല്ലാം വിഷയം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് നമ്മുടെ ദൈവം തലമുറകളോട് തന്നെ അടുത്ത ഒരു കാര്യം കൂടെ മേടിച്ച് പറഞ്ഞ 5 മിനിറ്റ് എടുക്കുക. അവിടെ പറയുന്നത് അവൻ അരുളി ചെയ്തത് നിവർത്തിച്ചു. താഴോട്ട് വായിക്കുന്നതാണ് ദൈവം ആദ്യം ചെയ്ത് നിവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈസ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല. അവന്റെ വാഗ്ദത്തങ്ങളെല്ലാം മാത്രം. അവര് പോസ്റ്റ് പറയാൻ അവൻ മനുഷ്യനല്ല, അനുഗമിക്കാൻ അവൻ മനുഷ്യ പുത്രനുമല്ല. ആകാശവും ഭൂമി മാറിപ്പോയാലും അവന്റെ വചനങ്ങൾക്ക് മാറ്റം. എന്തിനൊക്കെയാണ് വിശ്വസ്തൻ? 2 കാര്യങ്ങൾ. ഒന്ന്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിക്കാൻ തക്കവണ്ണം വിശ്വസ്തരും നീതിമാനും. അപ്പൊ നാം നമ്മുടെ പാപങ്ങൾ ദൈവസ്ഥലിൽ ചെന്ന് ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞാൽ ദൈവം നമ്മളോട് പാപങ്ങളെ ക്ഷമിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നൊരു കാര്യമുണ്ട്. എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ആ ദിവസം പുറകോട്ട് തിരിഞ്ഞു ഏതെല്ലാം ഭാഗത്ത് ഞാൻ തെറ്റിപ്പോയി, എവിടെയെല്ലാം ഞാൻ വീണുപോയി, ദൈവം ഒരു ഫ്ലാഷ് ബാക്ക് പോലെ എന്നെ കാണിച്ചു തരും. ഞാൻ അത് ഓരോന്നും ദൈവസന്നിധിയിലേക്ക് പറഞ്ഞ്, കർത്താവേ അവിടെ ഞാൻ തെറ്റിപ്പോയി, പറയേണ്ടാത്ത ഞാൻ പറഞ്ഞുപോയി, പ്രവർത്തിക്കാനാത്ത ഞാൻ പ്രവർത്തിച്ചു, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് അവിടുത്തെ രക്തത്താരനെ കൈകളെ ശുദ്ധീകരിക്കണമേ, വെളിപ്പാക്കണമേ. ഞാൻ എന്നെ തന്നെ ഒന്നുകൂടെ അങ്ങനെ കാര്യം സമർപ്പിക്കുമെന്ന് പറഞ്ഞ് മാത്രമേ ഞാൻ രാത്രി ഉറങ്ങാൻ പോകാറുള്ളൂ. ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ കർത്താവ് വാനമേഘത്തിൽ പാതിരാത്രി വന്നാൽ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ജയനുണ്ടാകും. കാരണം ഞാൻ പൂർണ്ണ വിശുദ്ധനായിട്ടാണ് ഉറങ്ങാൻ. ഇത് നിങ്ങളുടെ നന്മ. നമ്മളാരും പൂർണ്ണരല്ല. തമ്പുരാൻ നമ്മളെ പൂർണ്ണരാക്കിയെങ്കിലേ നമുക്ക് പൂർണ്ണരാകാൻ പറ്റും. സ്വന്തം കഴിവിലും പറ്റത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, പാപം ദൈവത്തെ അറിയുന്നവരാരും പാപത്തിൽ തുടരുന്നില്ലല്ലോ. പാപം ചെയ്യുന്നില്ലെന്ന് മലയാളത്തിൽ എഴുതിയേക്കും. പക്ഷേ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അങ്ങനെയല്ല, പാപത്തിൽ തുടരുന്നില്ലല്ലോ എന്ന്. നമുക്കറിയാം, ആടിന്റെ പന്നിയുടെ വ്യത്യാസമുണ്ട്. പന്നിയെ നല്ലപോലെ കുളിപ്പിച്ച് യാർഡ്ലി പൗഡറൊക്കെ ഇട്ട് യാർഡ്ലി പെർഫ്യൂമൊക്കെ പൂശി ബെഡ്റൂമിൽ കൊണ്ട് നിർത്തി അതവിടെ നിൽക്കുമോ? ഇവിടെ പന്നിയൊന്നും കണ്ടിട്ടില്ലേ? 3 കൂട്ട മണ്ടടിച്ചിട്ടുണ്ടോ? അതുകൊണ്ടു വീട്ടിൽ നിൽക്കുമോ? അത് നേരെ അടുത്ത ചളിയിലോട്ട് പോയിട്ട് സുഖമായിട്ട് ഉരുളും. അതിനതാ രസം. ഈ രക്ഷിക്കപ്പെടാത്തവൻ പാപത്തിൽ ഉരുളും. പക്ഷെ എൻ്റെ ആടിന്റെ ദൈവത്തെ ചെടി വയ്ക്കാറ്, ഒരു ചെടി വെച്ച് ആട് അതുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇഷ്ടംപോലെ ആടില്ലേ? ഞാൻ കാക്കനാടൊക്കെ പ്രസംഗിച്ചത് മനസ്സിലാക്കാനുള്ളത്. കാരണം ആടെന്ന് പറഞ്ഞാൽ എന്തോ സാധനം ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളെ ആടിനെ വളർത്തുന്നവരും കണ്ടിട്ടുള്ളവരാ. ആടിൻ്റെ ഒരല്പം ദേഹം കഴിപ്പ് വെച്ചേക്ക് പാസ്റ്റർ ഇവരൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇവർക്കൊക്കെ നാളത്തെ ഞായറാഴ്ച ഒരു ആടിനെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയവരെയൊക്കെ ഒന്ന് ഈ ആടിന്റെ പ്രകൃതമൊക്കെ ആട് ദേഹത്തൊരു ചെടി പറ്റിയാൽ അത് അടുത്തുള്ള കയ്യാലയിലോ മരത്തേലോ ഉണ്ടെത്തി തൂത്ത് 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 അത് പോകുന്നിടം വരെ. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യും, നക്കി ഒന്ന് പറയും. ആണോ? ശരിയാണെന്ന് പറയാം. അങ്ങനെ ആട്
ഇപ്പം നിങ്ങളെ കൂട്ടത്തില് പന്നികളാണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കിവിടുന്ന് പോയി രക്ഷപ്പെടാൻ എൻ്റെ കൂട്ടത്തിലാണ് നിങ്ങൾ തീരുമാനിച്ചു. ആടിനെ പോലെ. രണ്ടാമത് ഒരു കാര്യം കൊണ്ട് വിശ്വസ്തനാണ്. ഫിലിപ്പിന്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ബുദ്ധിമുട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ടും ദൈവം തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർന്നു. ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം. ഒരു ഉദാഹരണം, ഒരു സംഭവം, നടന്ന സംഭവം പറയാം. ഈ ഫിലിപ്പ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായിരുന്ന അലക്സാണ്ടർ ചക്രവർത്തിയെ ഒരു പാവപ്പെട്ട മനുഷ്യൻ മുഖം കാണിക്കാൻ ആയിട്ട് അരമനയിലേക്ക്. അപ്പൊ വഴിയിലുള്ളതൊക്കെ ചോദിച്ചു, നീ എവിടെ പോവാം? ഞാൻ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി മുഖം കാണിക്കാൻ പോകും. അലക്സാണ്ടർ ചക്രവർത്തി നടത്തിയെന്നു അദ്ദേഹത്തെ മുഖം കാണിച്ചു. അദ്ദേഹം തന്റെ ഭണ്ഡാര വിചാരകനോട് പറഞ്ഞു, ആ രക്തക്കല്ലുകളുടെ ഒക്കെ കലവറ തുറക്കാൻ. അത് തുറന്നു കഴിഞ്ഞപ്പോൾ ഒരു പിടി രക്തങ്ങളുടെ ഈ പാവപ്പെട്ട മനുഷ്യൻ ചോദിച്ചു, വീട് വർത്തകത്തുണ്ട്, ബാഗും സഞ്ചിയൊന്നുമില്ല, ആകെപ്പാടെ തോർത്തുള്ള ആ തോർത്തിങ്ങോട്ട് കിട്ടാണ്. ആ തോർത്തിനകത്തോട്ട് ഒരു പിടി രക്തക്കല്ലുകൾ വാരിയുള്ളത്. ഈ മനുഷ്യനോടെ ഒന്ന് തിരുമേനി, എനിക്ക് എല്ലാ കല്ലുകളൊന്നും വേണ്ട, ഇതിൽ ഒരു രക്തക്കല്ല് കിട്ടിയാൽ തന്നെ എനിക്ക് ധാരാളമാണ്. എൻ്റെ ജീവിതകാലം ഇവിടെ ജീവിക്കാനുള്ളത് ഒറ്റ രക്തക്കല്ല് കിട്ടിയാൽ കിട്ടും. ഉടനെ ഈ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതുവരെ ഇന്ന് ഉറങ്ങിയവരൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ, ആരും ഉറങ്ങിയിട്ടില്ല. അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, മോനെ നിനക്ക് ആവശ്യമില്ലായിരുന്നു, പക്ഷെ അലക്സാണ്ടർ ചക്രവർത്തി തരുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ പ്രൗഢിക്കൊത്തവണ്ണമാണ്. നിന്റെ ആവശ്യങ്ങൾക്കൊത്തവണ്ണമല്ല ദൈവം നിനക്ക് തരുന്നത്. ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നിന്റെ ബുദ്ധിമുട്ട് തീർത്തു തരാൻ കഴിവുള്ള വിശ്വസ്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്, നിങ്ങളെല്ലാം അറിയണം. ഒരു വ്യവസ്ഥയുണ്ട്, ദശാംശവും വഴിപാടും ദേവാലയത്തിലേക്ക് കൊണ്ടുവരണം. പ്രിയമുള്ളവരെ, നമ്മുടെ വരുമാനത്തിൽ അത് കോഴിയുടെ മുട്ടയാണെങ്കിൽ വാഴക്കൊലയാണെങ്കിൽ ഏതിൻ്റെയും ദശാംശം കർത്താവുള്ളതാണ്. അതെടുക്കാൻ നമുക്ക് വകുപ്പില്ല. മലയാളി പറയുന്നു, ക്യാൻ എ മാൻ റോബ് ഗോഡ്, മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമെന്നാ ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതി വെച്ചത്. അങ്ങനല്ല, മനുഷ്യന് ദൈവത്തിന്റെ പണം കവർച്ച ചെയ്യുന്നുണ്ട്, മോഷ്ടിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം പടകല്ലേ, എത്ര നാളായി ഇവിടെ ദൈവത്തിന്റെ പണം പൊട്ടിക്കുന്നു? നിങ്ങളോട് എനിക്ക് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി കണക്കെഴുതി വെച്ച് ദശാംശം കൊടുക്കും. ഞാൻ അങ്ങനെ ചെയ്തു. ഞാൻ ഏതാണ്ടാണെന്നല്ല പറഞ്ഞത്. ഞാൻ എൻ്റെ ദശാംശം പടിപടിയായി ഉയർത്തി ഇന്ന് തമ്പുരാന്റെ വലിയ കരുണയാൽ എൻ്റെ സകല വരുമാനത്തിൻ്റെ 20% കർത്താവിൻ്റെ പേരിൽ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കാൻ ദൈവം എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഭാഗ്യം നൽകി. നിങ്ങളാരും വിളിക്കാം, ഞങ്ങൾക്ക് ഒരു കുറവും വന്നിട്ടില്ല. നാൾക്ക് നാൾ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനേക മിഷണറിമാരെ സപ്പോർട്ട് ചെയ്യാം, കർത്താവിന്റെ വേല ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാം, പഠിക്കുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യാൻ ദൈവം ധാരാളമായി തരുന്നു. എന്റെ കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള കഴിവ് കൊടുക്കും. അതിന്റെ നന്മയാണ് ഞാൻ കഴിയുന്നത്. ഞങ്ങൾ ആർക്കും ദശാംശം, ഞാൻ എൻ്റെ ദശാംശത്തിൻ്റെ ഒരു ഭാഗം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയെ ഞാൻ കൊടുക്കും. പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററിന്റെ ദശാംശം ഇത്രയല്ല, പക്ഷെ ഞാൻ അത്രയോടെ തരത്തുള്ളൂ. കാരണം എനിക്ക് ഇത്ര ഒരുപാട് പേരെ കണക്ക് ഞാൻ കണക്ക് എഴുതി വെച്ച് കൊടുക്കും. എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന വരുമാനം ഒരു കോളം വരച്ച് അതിൻ്റെ വലത്ത് ഭാഗത്തിൽ 20% എഴുതി. ഓരോ പ്രാവശ്യം അതിൽ നിന്ന് എടുത്തു കൊടുക്കുമ്പോഴും ഇടത്ത് ഭാഗത്തിൽ കൃത്യമായി വേർതിരിച്ചു കൊടുക്കും. നിങ്ങളൊന്ന് വേർതിരിച്ചു കൊടുത്ത് നോക്കിയേ, അനുഗ്രഹിൻ്റെ അനുഗ്രഹങ്ങളായിരിക്കും നിങ്ങളുടെ തലമുറകൾ വഴി. ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാനം കന്യം പറയാൻ പറയുകയാണ്, ഈ ദൈവം എൻ്റെയും രക്ഷിതാണ്. ഈ ദൈവം ശക്തനായ ദൈവമാണ്. അവൻ കരുണ കാണിക്കുന്ന ദൈവം, തലമുറകളോട് കരുണ കാണിക്കും. അവൻ വിശ്വസ്തനായ ദൈവം. പാപങ്ങളെ ക്ഷമിപ്പാൻ വിശ്വസ്തൻ, നിങ്ങളെ ബുദ്ധിമുട്ടുകൾ തീർപ്പാൻ വിശ്വസ്തൻ. ഈ ദൈവത്തെ നമുക്ക് പിൻപറ്റാം, കർത്താവിന് വേണ്ടി ജീവിക്കാം, എന്തേലും കൊടുക്കും കർത്താവിന് വേണ്ടി നിൽക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കും.